കാശ്മീർ താഴ്വര രൂപപ്പെടുത്തിയ നദി ചോദിക്കാം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിക്കാം. സിന്ധുവിന്റെ പോഷക നദിയായ ജലമാണ്, ജലം നദി. ഉപദ്വീപ പീഠഭൂമി ഇങ്ങോട്ട് ഈ ബാക്കി ഇതിന് താഴോട്ട് സമതലത്തിന് താഴേക്കാണ് ഉപദ്വീപ പീഠഭൂമി. രണ്ട് സ്ഥലങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടം ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു, പൂർവ്വഘട്ടം ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്, പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ടത്തിലെ ഉത്ഭവിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഉപദ്വീപ നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവ. എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. LDC പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും തയ്യാറെടുത്തിരിക്കുന്ന ഈ സമയം, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഈ സമയം, കൂടുതൽ റിവിഷൻ ക്ലാസ്സുകൾ ചെയ്യുന്ന ഈ സമയം, ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 20 ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യും. എക്സാമിന് വരാൻ ഏറ്റവും സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള, പ്രീവിയസ് എക്സാംസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതാണ് നമ്മളിവിടുന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ, നിങ്ങളുടെ സമയം തീരെ അപഹരിക്കാതെ നേരെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര ഏത്? ഹിമാലയവുമായി ബന്ധപ്പെട്ട് എത്ര ക്ലാസ്സുകൾ യൂട്യൂബിലും ആപ്പിലുമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ, അങ്ങനെ 3 ഭാഗമായിട്ട് ഉത്തരപർവ്വത മേഖലയെ നമുക്ക് തരംതിരിക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഇനി സംശയമില്ല എന്ന് ഞാൻ കരുതുവാണ്. ട്രാൻസ് ഹിമാലയത്തിലെ 3 പർവ്വതനിരകൾ ഓർക്കാനുള്ള കോഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കലാസ, കലാസ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന 3 പ്രധാന പർവ്വതനിരകൾ അല്ലേ? ഇവിടെ ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത നിരയേത്? കലാസയിൽ ഇല്ലാത്തത് ഏതെന്ന് കണ്ടെത്തിയാൽ പോരെ? കാരക്കോറം, ലഡാക്ക്, സസ്കറിൽ ഇല്ലാത്തത് എന്ന് കണ്ടെത്തിയാൽ പോരെ? കിട്ടിയില്ലേ? ഏതാണ് ആൻസർ? കാരക്കോറം, ലഡാക്ക്, സസ്കറിൽ ഇല്ലാത്തത് ഏതാണ്? യെസ്, ശിവാലിക്. ശിവാലിക് എന്ന് പറയുന്നത് ഏത് പ്രധാനപ്പെട്ട നിരയുടെ ഭാഗമായ മലനിരയാണ്? ഹിമാലയത്തിൻ്റെ ഭാഗമായി ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നിവ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ശിവാലിക് എന്ന പർവ്വതനിര. ഇനി പൂർവാചലിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകൾ അറിയാമല്ലോ. പത്കായിബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, പിന്നെ ഖാസി ഗാരോ, ജയന്തിയ. ഇതൊക്കെയാണ് ആ പൂർവാചലിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകൾ. രണ്ടാമത്തെ ചോദ്യം, ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയിലാണ്? കൈലാഷ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇവിടുന്ന് ഏതാ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്? കൈലാഷ് എന്തായാലും നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ആണ് വരുന്നത്. സോ അതെന്തായാലും അല്ല. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. 3 പേർക്കും 3 പ്രധാന സവിശേഷതയുണ്ട് അല്ലേ? എന്താണ് ഹിമാദ്രിയെ പറ്റി മനസ്സിലേക്ക് ആദ്യം വരേണ്ട ചിന്ത? എന്താണ് വരേണ്ടത്? യെസ്, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളുടെ നിരയാണ് ഇത്, ഹിമാദ്രി. എന്താണ് ഹിമാചലിനെ പറ്റി മനസ്സിലേക്ക് വരേണ്ടത്? സുഖവാസ കേന്ദ്രങ്ങളുടെ, നദീ താഴ്വരകളുടെയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള നിരയാണ് ഹിമാചൽ. എന്താണ് ശിവാലിക്കിനെ പറ്റി ഓർക്കേണ്ടത്? ഔട്ടർ ഹിമാലയം അല്ലേ, നമ്മുടെ ഡൂൺസ് കാണപ്പെടുന്ന, തട്ടുതട്ടായ കൃഷിരീതി ചെയ്യുന്ന അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയ നിരയാണ് ഏത്? ശിവാലിക് എന്ന് പറയുന്നത്. സോ ഇവിടെ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏത് നിരയിൽ എന്ന് ചോദിച്ചാൽ ഹിമാചലാണ്. ഡാർജിലിംഗിന് പകരം നൈനിറ്റാളോ, ഷിംലയോ, ഡൽഹൌസിയോ, മസൂറിയോ ഏത് തന്നാലും അത് ഹിമാലയത്തിലെ നിര ചോദിച്ചാൽ അത് ഹിമാചൽ എന്ന് തന്നെ പറയണം. സംസ്ഥാനങ്ങൾ മാറും. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ്, ഷിംല ഹിമാചൽ പ്രദേശിലാണ്, നൈനിറ്റാളും മസൂറിയും ഉത്തരാഖണ്ഡിലാണ്. സംസ്ഥാനങ്ങൾ മാറും എന്നുള്ള കാര്യം ഓർക്കുക. പർവ്വതനിര മാറില്ല. സുഖവാസ കേന്ദ്രം ചോദിച്ചിട്ട് ഏത് പർവ്വതനിര എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ഹിമാചൽ പറയാം. ഇനി അടുത്ത ചോദ്യം, കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനം കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനം കാണപ്പെടുന്ന ഏത് മേഖലയിലാണ്? എവിടെയാണ്? കാശ്മീർ, ആസാം, ഗംഗ ഇവയൊന്നുമല്ല. കാശ്മീർ കുങ്കുമം എത്രമാത്രം ഫേമസ് ആണ്, നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട് കാശ്മീർ കുങ്കുമം അല്ലേ? കാശ്മീർ താഴ്വരയാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ. കാശ്മീർ താഴ്വര സഞ്ചാരികളുടെ പറദീസ അല്ലേ, സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്നു കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വര രൂപപ്പെടുത്തിയ നദി ചോദിക്കാം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിക്കാം. സിന്ധുവിൻ്റെ പോഷക നദിയായ ജലമാണ്, ജലം നദി. ഓക്കെ, സിന്ധു നദിയുടെ പോഷക നദി ജലനദിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്നത്. സഞ്ചാരികളുടെ പറദീസ എന്ന് കാശ്മീർ താഴ്വര അറിയപ്പെടുന്നു. ഇനി കാശ്മീർ താഴ്വരയിൽ ഉൾപ്പെടുന്ന
ഒരു പട്ടണമാണ് ശ്രീനഗർ. കാശ്മീർ താഴ്വരയുടെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ഇത് ശ്രീനഗർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാശ്മീർ താഴ്വരയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇവിടെ കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടൊരു മണ്ണുണ്ട്, അതാണ് കരേവ അല്ലേ. നദി കൊണ്ടുവരുന്ന സാധാരണ ഗതിയിൽ കൊണ്ടുവരുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. അതും ഈ ഹിമാനികളുടെ അവശിഷ്ടങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന മണ്ണാണ് കരേവ മണ്ണ്. ഇത് സാഫ്രോൺ കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അടുത്ത ചോദ്യം, സ്വാഭാവിക സസ്യജാലങ്ങളാലും വനങ്ങളാലും വന്യജീവികളാലും സമ്പുഷ്ടമായ ഉത്തര മഹാസമതല മേഖല. ഇത് ഈ റീസെൻ്റായിട്ട് ഹയർ സെക്കൻഡറി ലെവലിൽ നടന്നൊരു പരീക്ഷയ്ക്ക് ധാരാളം ഈർപ്പമുള്ള നനവുള്ള സമതല മേഖല എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. സസ്യജാലങ്ങളാലും വനങ്ങളാലും വന്യജീവികളാലുമാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. ഇതേ സ്ഥലത്ത്, ഇതിൻ്റെ ഉത്തരമായി വരുന്ന സ്ഥലത്ത് തന്നെ ധാരാളം ഈർപ്പമുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ചതുപ്പുണ്ട്. അങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചത്. ഏതാണ് സ്ഥലം? ഭാബർ, ടെറായി, ഖാദർ, ഭംഗർ. ഉത്തര മഹാസമതലത്തിൽ നിന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിക്കാണുമല്ലോ. ഏതാണ് ആൻസർ? യെസ്, ധാരാളം വെള്ളക്കെട്ടുള്ള, ചതുപ്പുള്ള, വനങ്ങളുള്ള, വന്യജീവികളുള്ള മേഖലയാണ്, സസ്യജാലങ്ങളുള്ള മേഖലയാണ് ഇത് ടെറായി. സമതലത്തെ ഭാബർ, ടെറായി, പിന്നെ അടുത്ത രണ്ടെണ്ണം എന്താണ്? എക്കൽ സമതലങ്ങൾ. അങ്ങനെ നമുക്ക് തരംതിരിക്കാം. ഭാബർ, ടെറായി, എക്കൽ സമതലം. എക്കൽ സമതലത്തിൽ തന്നെ ഖാദർ എന്ന പേരിൽ പുതിയ എക്കലും ഭംഗർ എന്ന പേരിൽ പഴയ എക്കലും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഖാദറാണ് പുതിയ എക്കൽ, ഭംഗർ എന്ന പ്രദേശം പഴയ എക്കലിനെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, നർമ്മദയ്ക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? 4 ഓപ്ഷൻ: മാൾവ, ഛോട്ടാ നാഗ്പൂർ, ഡെക്കാൻ, ബുന്ദേൽഖണ്ഡ്. ഏതാണ് നർമ്മദയ്ക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി? മാൾവ, ഛോട്ടാ നാഗ്പൂർ, ഡെക്കാൻ, ബുന്ദേൽഖണ്ഡ്. കിട്ടിയ ആൻസർ ഏതാണ്? നർമ്മദയ്ക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. നർമ്മദയ്ക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി തന്നിരിക്കുന്ന ലിസ്റ്റിൽ നർമ്മദയ്ക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒന്ന്, ഉത്തരപർവ്വത മേഖല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സമതലവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. സുഖവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. കരേവ മണ്ണിനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. അടുത്തത് തീരദേശത്തിൽ നിന്നൊരു ചോദ്യം കൂടെ. ഇതെല്ലാം ഭൂപ്രകൃതി എന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. നോക്കിക്കേ, കിഴക്കൻ തീരത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് തീരമാണ്? കിഴക്കൻ തീരം. ഒന്ന്, വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന തീരം. അത് കിഴക്കൻ തീരത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനയല്ലേ? അപ്പോൾ ശരി എന്നുള്ളത് ശരി നിടാം. വീതി കുറഞ്ഞ തീരം, കിഴക്കൻ തീരം. ശരിയാണോ? വീതി കുറഞ്ഞ തീരമാണോ? അല്ല, അത് കിഴക്കൻ തീരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. കാരണം കിഴക്കൻ തീരത്തിന് വീതി കൂടുതലാണ്. 3, ഡെൽറ്റകൾ കൂടുതലായി കാണപ്പെടുന്ന തീരം. ശരിയല്ലേ? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങിയ നദികൾ കിഴക്കൻ തീരത്തേക്കല്ലേ പതിക്കുന്നത്. സോ അവിടെ ധാരാളമായിട്ട് ഡെൽറ്റകൾ കാണപ്പെടുന്നു. കോറമണ്ടൽ, വടക്കൻ സിർക്കാർസ് എന്നീ തീരങ്ങൾ ഉൾപ്പെടുന്നു. കോറമണ്ടൽ, വടക്കൻ സിർക്കാർസ് എന്നീ തീരങ്ങൾ ഇവിടെ ഉൾപ്പെടുന്നു. ശരിയല്ലേ? കിഴക്കൻ തീരത്തിൻ്റെ ഭാഗമായി വരുന്ന തീരപ്രദേശത്തെ കോറമണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് എന്നും രണ്ടായി തരംതിരിക്കുന്നു. വടക്കൻ സിർക്കാർസിനകത്ത് ഉത്കൽ തീരം കൂടെ വരുന്നുണ്ട്, ഒഡീഷയിൽ ഉത്കൽ തീരം കൂടെ. പടിഞ്ഞാറൻ തീരം മലബാർ, കൊങ്കൺ, ഗുജറാത്ത് എന്നീ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. കിഴക്കൻ തീരം ഈ 2 പേരുകൾ അറിയപ്പെടുന്നു. സോ ഇവിടെ ചോദ്യം ഒന്നുകൂടെ നോക്കുക. തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ കറുപ്പിക്കേണ്ടത്. യെസ്, ഏതാണ്? ബി, വീതി കുറഞ്ഞ തീരം എന്നുള്ളത് കിഴക്കൻ തീരത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ്. ഇത് വീതി കൂടിയ തീരമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനെ സംബന്ധിക്കുന്നതായിരുന്നു? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂപ്രകൃതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള പോയിന്റുകൾ അല്ല, അതിൻ്റെ ഒരു കൺസെപ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പിനകത്ത്, പെട്ടെന്നൊരു പടം വരച്ച ഒരു മാപ്പിനകത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ഒരു മാപ്പ് വരയ്ക്കാൻ നോക്കുകയാണ്, നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, പീഠഭൂമി, തീരദേശം, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമല്ലാത്ത പർവ്വതനിര ഏത്? അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ആരൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ദേ, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഈ 3 പർവ്വതനിരകളാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ ഈ കാരക്കോറ നിരകൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, കാരക്കോറ നിരകൾ പാമിർ കെട്ടിൽ നിന്ന്, കണ്ടോ, പാമിർ കെട്ടിൽ നിന്ന്, ലോകത്തിന് മേൽക്കൂര എന്നറിയപ്പെടുന്നത്, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഈ കാരക്കോറം നിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാരക്കോറം നിരയിലാണ്. ഏതാണ്? മൗണ്ട് കേറ്റു. കാരക്കോറം നിരയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, മൗണ്ട് കേറ്റു, പാക് അധിനിവേശ കാശ്മീരിൽ.
കാരക്കോറം നിരയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി, സിയാച്ചിൻ ഹിമാനി, അത് ലഡാക്കിലാണ്. കാരക്കോറം നിരകളുടെ ടിബറ്റിലേക്കുള്ള തുടർച്ചയാണ് കൈലാഷ്. കാരക്കോറം നിരകളുടെ ടിബറ്റിലേക്കുള്ള തുടർച്ചയാണ് കൈലാഷ്. അത് കഴിഞ്ഞാൽ പിന്നെ ലഡാക്ക് എന്നറിയപ്പെടുന്ന നിര വരുന്നു. കാരക്കോറത്തിന് താഴെ ലഡാക്ക്. ലഡാക്കിനെ പറ്റി അറിയാമല്ലോ, ഇന്ത്യയിലെ ശീത മരുഭൂമി, ശൈത്യ മരുഭൂമി എന്നൊക്കെ ലഡാക്ക് അറിയപ്പെടുന്നു. അതിന് താഴെ സസ്കർ, മൂന്നാമത്തെ നിരയാണ് സസ്കർ. ക്ലിയർ അല്ലേ? പിന്നീട് വരുന്ന 3 നിരകളാണ് ഹിമാദ്രി. പിന്നീട് വരുന്ന 3 പ്രധാനപ്പെട്ട നിരകളാണ്. ഹിമാലയത്തിലെ നിരകൾ വരുന്നു, ഹിമാദ്രി. കണ്ടോ, പിന്നീട് വരുന്ന നിരകളാണ് ഹിമാദ്രി. ഹിമാലയത്തിലെ നിരകളാണ് ഹിമാദ്രി. ഹിമാദ്രിയിലാണത് നേപ്പാളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. സാഗർമാത എന്നും അതേപോലെ തന്നെ ചോമോ ലെങ്മ എന്നും മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നു. സാഗർമാത എന്ന് നേപ്പാളിലും ചോമോ ലെങ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്നു. ഇനി ഇതിൽ തന്നെയാണ്, ഹിമാദ്രിയിൽ തന്നെയാണ് സിക്കിമിൽ കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. മൗണ്ട് കേറ്റു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയരം കൂടി കൊടുമുടി. മൗണ്ട് കേറ്റു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയരം കൂടി കൊടുമുടി കാഞ്ചൻജംഗ. ഇനി മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ 1ാമത്തെ ഉയരം കൂടി കൊടുമുടി. മൗണ്ട് കേറ്റു ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടി കൊടുമുടി. കാഞ്ചൻജംഗ ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടി കൊടുമുടി. അപ്പോൾ ഇന്ത്യയിലെ 2 വേണമെങ്കിൽ പറയാം, ലോകത്തിലെ 3 പറയാം, പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്നതിൽ 1ാം സ്ഥാനം പറയാം. ആർക്ക്? കാഞ്ചൻജംഗയ്ക്ക്. സിക്കിമിലാണ്. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. ഞാൻ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, ഓർഡറിൽ പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് 2ാമത് ഉയരമുള്ളത്, മൗണ്ട് കേറ്റു 3, കാഞ്ചൻജംഗ 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയാണ് ഹിമാചൽ നിര. ഈ ഹിമാദ്രിക്ക് താഴെ കേട്ടോ, മറ്റൊരു നിറത്തിൽ മാർക്ക് ചെയ്യാം. ഹിമാദ്രിക്ക് താഴെ ആര് വരുന്നു? ഹിമാചൽ നിര. അതെ, 2ാമത്തെ നിര കാണത്തില്ല അല്ലേ? ഹിമാചൽ നിര ശ്രദ്ധിച്ചോണം. ഇതാണ് ഹിമാചൽ നിര. എന്താണ് ഹിമാചൽ നിരയുടെ സവിശേഷത? ഹിമാചൽ നിരയുടെ സവിശേഷത എന്താണ്? ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ വരുന്നു. ദേ ഇവിടെയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലാണെങ്കിൽ ഷിംല വരുന്നുണ്ട്, ഡൽഹൌസി വരുന്നുണ്ട്, ധരംശാല വരുന്നുണ്ട്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ നൈനിറ്റാൾ വരുന്നുണ്ട്, മസൂറി വരുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാൾ, സിക്കിമിന് താഴെ വെസ്റ്റ് ബംഗാൾ, ഇതിൻ്റെ ഇവിടെയായിട്ട് വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ഡാർജിലിംഗ് വരുന്നുണ്ട്. അരുണാചൽ പ്രദേശിലാണെങ്കിൽ തവാങ് വരുന്നുണ്ട്. ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെ വരുന്നു. നദീ താഴ്വരകൾ ഇവിടെ വരുന്നു. ഈ കാശ്മീർ താഴ്വര ഈ ഭാഗത്തായിട്ട് വരും. കാശ്മീർ താഴ്വര ഹിമാദ്രിക്കും ഹിമാചലിനും ഇടയിലാണ്. ഹിമാചൽ നിരയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതെങ്കിലും ഹിമാദ്രിക്കും ഹിമാചലിനും ഇടയ്ക്കാണ് കാശ്മീർ താഴ്വര. പിന്നെ എന്ത് വരുന്നുണ്ട്? കാശ്മീർ താഴ്വര വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഹിമാചൽ പ്രദേശിൽ കുളു താഴ്വര. ആര് വരുന്നുണ്ട്? കുളു താഴ്വര, ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന കുളു താഴ്വര. ഇതെല്ലാം ഹിമാചൽ നിരയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ നിരയാണ് ഏത്? ശിവാലിക്ക്. മൂന്നാമത്തെ നിര ഏത് പറയാം? നോക്കിക്കോ, ശിവാലിക്ക്. ഹിമാലയത്തിലെ 3ാമത്തെ നിരയാണ് ഇതിൻ്റെ ശിവാലിക്ക്. എന്താണ് ശിവാലിക് നിര? കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നിരയാണ്. ഈ 3 പേരിൽ ഏറ്റവും ചെറിയ നിരയാണ്, ഏറ്റവും തെക്കുള്ളതാണ്, ഏറ്റവും തുടർച്ച നഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെ മുറിഞ്ഞു ഞാൻ വരച്ച പോലല്ല, ഇതിങ്ങനെ ഉണ്ട്, ഇങ്ങനെ മുറിഞ്ഞാണ് കാണപ്പെടുന്നത് കേട്ടോ. തുടർച്ച നഷ്ടപ്പെട്ട നിരയാണ് ശിവാലിക്ക്. ഈ സിക്കിമിന് ശേഷം ശിവാലിക്കിനെ വിളിക്കുന്ന പേര് ദ്വാർ എന്നാണ് കേട്ടോ. ദ്വാർ. സിക്കിമിന് ശേഷം ശിവാലിക്ക് അറിയപ്പെടുന്നത് ദ്വാർ എന്നാണ്. ഇനി ഇത് തട്ടുതട്ടായ കൃഷിരീതി ഇവിടെ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്തുണ്ട്? ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. ഡൂൺസ് കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഡൂൺസ് എന്ന താഴ്വര കേട്ടോ. ഡൂൺസ് എന്ന താഴ്വര ശിവാലിക്കിലാണ്. ഏറ്റവും വലിയ ഡൂൺ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. ഏറ്റവും വലിയ ഡൂൺ എന്ന് പറയുന്നത് എന്താണ്? ഡെറാഡൂൺ ആണ്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഹിമാലയം കഴിഞ്ഞു, ട്രാൻസ് ഹിമാലയം കഴിഞ്ഞ് ഹിമാലയം കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഇനിയുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവാചലാണ്. പൂർവാചലിൽ ആരൊക്കെ വരുന്നുണ്ട്? പൂർവാചലിൽ ഈ ഭാഗത്ത് പത്കായ് ബും, അരുണാചൽ പ്രദേശിൽ പത്കായ് ബും എന്ന് പറയുന്ന ഒരു നിര ഇവിടെ അരുണാചൽ പ്രദേശിൽ. പിന്നെ ഇതിൻ്റെ ഇവിടെയായിട്ട് നാഗാ കുന്നുകൾ, ഇതിൻ്റെ ഇവിടെ മീസോ കുന്നുകൾ. ഇത് നാഗാ കുന്നുകൾ, പിന്നെ ഇതെന്താണ്? മീസോ കുന്നുകൾ. പിന്നെ ഖാസി ഗാരോ ജൈന്ത്യ കുന്നുകൾ. ഇത്രയുമാണ് പൂർവാചലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പത്കായ് കുന്നുകൾ, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, പിന്നെ ഖാസി ഗാരോ ജൈന്ത്യ കുന്നുകൾ. ഇത്രയും പേര് വരുന്നു. ഇത് ഉത്തരപർവ്വത മേഖല കംപ്ലീറ്റ് ആയി. ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? ഉത്തര മഹാസമുദ്രം. ഉത്തരപർവ്വത മേഖലയ്ക്ക് താഴോട്ട് ഉത്തര മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും സ്ഥലം ഉത്തര മഹാസമുദ്രമാണ്. ഇതിൻ്റെ ഇത് ഉത്തര മഹാസമുദ്രം. ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഉത്തര മഹാസമുദ്രം. ഇനി ഇങ്ങോട്ടും ഉണ്ട്. എന്താണ് ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകത? 4ആയിട്ട് ഇത് വിശാലമായ നദികൾ കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ട വിശാലമായ സമതലങ്ങളാണ്. രാജസ്ഥാനിൽ മരുസ്ഥലി ബാഗർ സമതലമെന്നും ഉത്തർപ്രദേശ് തൊട്ട് ബീഹാർ വരെ ഗംഗാ സമതലമെന്നും പഞ്ചാബ് ഹരിയാന മേഖലകളിൽ പഞ്ചാബ് ഹരിയാന സമതലമെന്നും
ആസാമിൽ ബ്രഹ്മപുത്ര അല്ലെങ്കിൽ ആസാം സമതലമെന്നും ഈ ഉത്തര മഹാസമതലം അറിയപ്പെടുന്നു. 4 ഇതിനെ തരംതിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, നമ്മുടെ രാജസ്ഥാനിൽ ലൂണി സരസ്വതി നദികളാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മരുപ്രദേശത്തിനോട് ചേർന്ന മരുസ്ഥലി ബാഗർ. പഞ്ചാബ് ഹരിയാന പ്രദേശത്ത് സിന്ധു നദിയും പോഷക നദികളുമാണ് സമതലം നിർമ്മിക്കുന്നത്. അതിൻ്റെ പേര് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തർപ്രദേശ് തൊട്ട് പിന്നെ ബംഗാൾ വരെ, ബീഹാറല്ല ബംഗാൾ വരെ, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ ആ പ്രദേശങ്ങളിൽ അത് ഗംഗാ സമതലം എന്നറിയപ്പെടുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ ഗംഗാ സമതലം. അത് ഗംഗയും പോഷക നദികളുമാണ് നിർമ്മിക്കുന്നത്. പിന്നെ ആസാമിൽ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ഇത് ആദ്യ ഭാഗം, സമതലത്തിൻ്റെ ആദ്യ ഭാഗം വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഈ സമതലത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ പാറകൾ നിറഞ്ഞ പ്രദേശമാണ്. ഭാരമുള്ള കല്ലുകൾ അല്ലെങ്കിൽ പാറകൾ നിറഞ്ഞ ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഭാബർ. സമതലത്തിൻ്റെ ആദ്യ ഭാഗം വളരെ വലിയ കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഭാബർ. രണ്ടാമത്തെ സ്ഥലം വെള്ളക്കെട്ടുള്ള ചതുപ്പുകൾ കാണപ്പെടുന്ന സ്ഥലം, അതിൻ്റെ പേരാണ് ടെറായി. ഇവിടെയാണ് നമ്മളെ വനങ്ങളുള്ളത്, വെള്ളക്കെട്ടുള്ളത്, ചതുപ്പുകളുള്ളത് എന്നൊക്കെ പറഞ്ഞത് അല്ലേ. ഭാബറിന് താഴെ കാണപ്പെടുന്ന സ്ഥലമാണ് ടെറായി. അതിന് താഴോട്ടാണ് പുതിയ എക്കല്, അല്ല അതിന് താഴോട്ട് പഴയ എക്കൽ കാണപ്പെടുന്ന സ്ഥലത്തെ എന്ത് വിളിക്കാം? അതിനെന്ത് വിളിക്കുന്നു? ഭങ്കർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ കാണപ്പെടുന്ന സ്ഥലം ഭങ്കർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ കാണപ്പെടുന്ന സ്ഥലത്തെ, മൂന്നാമത്തെ സ്ഥലത്തെ ഭങ്കർ എന്ന് വിളിക്കുന്നു. ഏറ്റവും ബലപുഷ്ടമായ മണ്ണ് കാണപ്പെടുന്നത് പുതിയ എക്കൽ, അതിൻ്റെ പേരാണ് ഖാദർ. എന്താ വിളിക്കുന്നത്? ഖാദർ. അങ്ങനെ 4 സമതലത്തെ തരംതിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകുന്നു, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ഇങ്ങോട്ട് ഈ ബാക്കി ഇതിന് താഴോട്ട്, സമതലത്തിന് താഴേക്കാണ് ഉപദ്വീപീയ പീഠഭൂമി. 2 സ്ഥലങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടം ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു, പൂർവ്വഘട്ടം ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗം, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയ്ക്കുള്ള ഈ ഭാഗമാണ്, അതിൻ്റെ ഈ ഒരു ഭാഗമാണ് പടിഞ്ഞാറൻ തീരം. നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. എന്നിട്ട് ഇതാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ഇത്രയും സ്ഥലത്തെ മലബാർ തീരമെന്നും ഇത്രയും ഭാഗത്തെ കൊങ്കൺ തീരമെന്നും ബാക്കിയുള്ള റാൻ ഓഫ് കച്ച് വരെയുള്ള ഇത്രയും സ്ഥലത്തെ ഗുജറാത്ത് തീരമെന്നും 3 തരംതിരിക്കുന്നു. ഇതിന് വീതി കുറവാണ്. ഇവിടെ ഡെൽറ്റകൾക്ക് പകരം അഴിമുഖങ്ങളാണ് കൂടുതൽ. കിഴക്കൻ തീരം കുറച്ചുകൂടെ വീതി കൂടിയ തീരമാണ്. ഇതിനെ കോറമണ്ടൽ തീരമെന്നും, ഇവിടം വരെ തമിഴ്നാട് തൊട്ട് ആന്ധ്രയുടെ തെക്ക് വരെ കോറമണ്ടൽ തീരമെന്നും ബാക്കിയുള്ള സ്ഥലത്തെ വടക്കൻ സിർക്കാർസ് എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? വടക്കൻ സിർക്കാർസ് എന്നും വിളിക്കുന്നു. ഈ തീരദേശങ്ങൾക്ക് ഇടയിലുള്ള ഈ വലിയ സ്പേസാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ ഒരു ടോപ്പിക്ക്. ആദ്യം നർമ്മദ മാർക്ക് ചെയ്യണം. നർമ്മദ നദി ഇങ്ങനെ ഒഴുകുന്നു. ഗൾഫ് ഓഫ് കമ്പത്തിൽ വന്ന് പതിക്കുന്ന നർമ്മദ നദി ഞാൻ മാർക്ക് ചെയ്തു. നർമ്മദയ്ക്ക് മുകളിലായി വിന്ധ്യ, നർമ്മദയ്ക്ക് താഴെയായി സത്പുര. ഈ വിന്ധ്യ സത്പുര നിരകൾക്കിടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത്. ക്ലിയർ ആണല്ലോ? നർമ്മദയ്ക്ക് തെക്ക് വരുന്ന ഈ ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. നർമ്മദയ്ക്ക് തെക്ക് വരുന്ന ഈ ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. കണ്ടോ? ഇതൊരു ലാവാ പീഠഭൂമിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ്. ഇവിടെയാണ് കറുത്ത മണ്ണുള്ളത്. ഇതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. ക്ലിയർ അല്ലേ? ബസാൾട്ട് ശിലകളാണ് ഇവിടെ കൂടുതലുള്ളത്, ബസാൾട്ട് ശിലകൾ. അതിനായിട്ട് വരുന്നത് ആരൊക്കെയാണ്? സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. നർമ്മദയ്ക്ക് മുകളിലുള്ള പീഠഭൂമികളെ മധ്യമേടുകൾ എന്നാണ് വിളിക്കുന്നത്. മധ്യമേടുകളിൽ തന്നെ ഇവിടെ ആരവല്ലി ഉണ്ട്. തന്നെ ഇവിടെ നോക്കിക്കോണം, ഇവിടെ ആരവല്ലി ഉണ്ട്. ആരവല്ലി തന്നെ ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദ് മുതൽ ഡൽഹി വരെയാണ് ആരവല്ലി ഉള്ളത്. ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയ്ക്കുള്ള ഈ പീഠഭൂമിയാണ് മാൾവ. ഇതാണ് മാൾവ. പിന്നീട് അങ്ങോട്ട് ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ പീഠഭൂമി. അത് അവസാനിക്കുന്നത് തന്നെ ഇവിടെ ചോട്ട നാഗ്പൂർ. മധ്യമേടുകളുടെ കിഴക്ക് ഭാഗത്ത് ചോട്ട നാഗ്പൂർ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് ഭൂപ്രകൃതി. ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പഠിക്കാനുള്ളത്. ഒരു ചെറിയ മാപ്പ് വരച്ചിട്ട്, ഒരു കുഞ്ഞു മാപ്പ് വരച്ചിട്ട് പറ്റുന്ന പോലെ ആ ഭൂപ്രകൃതി വിഭാഗങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു ഒന്ന് ഓർക്കാനായിട്ട്. എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി ദ്വീപുകളാണുള്ളത്. ദ്വീപുകളെന്ന് പറയുമ്പോൾ ഇവിടെ പടിഞ്ഞാറ് വശത്ത് അറബിക്കടലിൽ ലക്ഷദ്വീപ്. 36 ദ്വീപുകളുണ്ട് ലക്ഷദ്വീപിൽ. വലിയ ദ്വീപ് ചോദിച്ചാൽ ആന്ത്രോത്ത്, ചെറിയ ദ്വീപ് ചോദിച്ചാൽ ഭിത്ര, തലസ്ഥാനം ചോദിച്ചാൽ കവരത്തി, തെക്കുള്ള ദ്വീപ് ചോദിച്ചാൽ, ഏറ്റവും തെക്കുള്ള ദ്വീപ് ചോദിച്ചാൽ മിനിക്കോയ്. കേട്ടോ, ഏറ്റവും തെക്കുള്ള ദ്വീപ് ചോദിച്ചാൽ മിനിക്കോയ്. അതിന് താഴോട്ട്, മിനിക്കോയ്ക്ക് താഴോട്ട് 8 ഡിഗ്രി ചാനൽ വരുന്നു. 8 ഡിഗ്രി ചാനൽ തൊട്ട് താഴെയുള്ള മാൽദീവ്സ് എന്ന രാജ്യവുമായിട്ട് ഈ ലക്ഷദ്വീപിനെ വേർതിരിക്കുന്നു. ഇവിടെ കിഴക്ക് വശത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ ദ്വീപുകളെ നിക്കോബാർ ദ്വീപിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിയാണ് 10 ഡിഗ്രി ചാനൽ. ഇതാണ് 10 ഡിഗ്രി ചാനൽ. ക്ലിയർലി?
ഇനി ലക്ഷദ്വീപിനെ മാലിദ്വീപിൽ നിന്ന് വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ. 10ഉം 8ഉം മറന്നു പോരുത്. ഇവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലാണ് ബാരൻ ഉള്ളത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ കേട്ടോ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരനാണ്. ആൻഡമാൻ നിക്കോബാറിലെ ഉയരം കൂടി കൊടുമുടി സാഡിലാണ്. കംപ്ലീറ്റഡ്. പിടികിട്ടിയോ? 8 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ലക്ഷദ്വീപ്, മാലദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഇത് 10 ഡിഗ്രി ആണല്ലോ. രാമേശ്വരം, ശ്രീലങ്ക അല്ല. ലക്ഷദ്വീപ്, മൗറീഷ്യസ് അല്ല. ഏതാണ് ആൻസർ? ലക്ഷദ്വീപ്, മാലദ്വീപ്. ഇനി ഗംഗാ നദി ബംഗ്ലാദേശ് അറിയപ്പെടുന്ന പേര്, ബംഗ്ലാദേശ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ, ജമുന, പത്മ, യമുന. ഏതാണ് ഗംഗാ നദി ബംഗ്ലാദേശ് അറിയപ്പെടുന്ന പേര്? സാങ്പോ, ജമുന, പത്മ, യമുന. ഏതാണ് ആൻസർ? ഗംഗാ നദി ബംഗ്ലാദേശ് അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഞാനൊരു മാപ്പ് കാണിക്കാം. ബ്രഹ്മപുത്രയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗംഗാ നദി കൂടെ മാർക്ക് ചെയ്യുന്നത്. ഗംഗാ നദി ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുവാണ്. ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് നദി ഒഴുകി വരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ ഇവിടെ എത്തുന്ന നദി, പശ്ചിമ ബംഗാളിൽ എത്തുന്ന നദിക്ക് എന്ത് സംഭവിക്കുന്നു? ഉത്തർപ്രദേശിൽ നിന്ന്, ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്തർപ്രദേശ്, അവിടെ നിന്ന് ബീഹാർ, അവിടെ നിന്ന് പശ്ചിമ ബംഗാളിൽ എത്തുന്ന നദിക്ക് എന്ത് സംഭവിക്കുന്നു? ഫറാക്ക ബാരേജിൽ വെച്ച് നദി 2ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു അല്ലേ? ഫറാക്കയിൽ വെച്ച് ഒരു ഭാഗം ഹൂഗ്ലി എന്ന പേരിൽ പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി പോകുന്നു. ഹൂഗ്ലി കേട്ടോ, ഹൂഗ്ലി നദി. മറ്റേ ഭാഗം പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. അത് ദേണ്ട് ജമുനയുമായിട്ട് കൂടിച്ചേരുന്നതാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ജമുന ആരാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. അപ്പോൾ അതുകൂടെ പറയാം. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന ടിബറ്റിലാണ്. ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് മുകളിൽ നേപ്പാൾ, അതിന് മുകളിൽ ടിബറ്റിലാണ്. അവിടെ നേപ്പാൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേപ്പാൾ കണ്ടില്ലേ? അതിന് മുകളിൽ ടിബറ്റിലാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ അത് സാങ്പോ എന്നറിയപ്പെടുന്നു. എഴുതിയിട്ടുണ്ട് സാങ്പോ. ഉണ്ടോ? ടിബറ്റിൽ ഇത്രയും ദൂരം ഒഴുകുന്ന നദി ഇവിടെ വെച്ച് ഒരു യൂട്ടേൺ എടുക്കുന്നു. അതായത് ഇത് കണ്ടോ, ഇതെന്താണ്? നംച ബറുവ എന്ന് പറയുന്നൊരു കൊടുമുടിയാണ്. അവിടെ വെച്ച് അതൊരു യൂട്ടേൺ എടുത്ത് അരുണാചൽ പ്രദേശിലേക്ക് കയറുവാണ്. കണ്ടോ? അരുണാചൽ പ്രദേശിലെ ഇത്രയും സ്ഥലത്ത് അതറിയപ്പെടുന്ന പേര് എന്താണ്? സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ്. സിയാങ് അല്ലെങ്കിൽ ദിഹാങ്. അതിലേക്ക് 2 നദികൾ കൂടിച്ചേരുന്ന കണ്ടോ? ഇവരാണ് ലോഹിത്തും ദിബാങ്ങും. ലോഹിത്തും ദിബാങ്ങും കൂടിച്ചേരുന്നു സിയാങ് അല്ലെങ്കിൽ ദിഹാങ്ങിലേക്ക്. പിന്നീട് നദി ബ്രഹ്മപുത്ര എന്ന പേരിൽ തന്നെ ആസാമിലൂടെ ഇങ്ങനെ ഒഴുകുന്നു. കണ്ടോ? ഇത്രയും ദൂരം. ഈ സ്ഥലമാണ് ധൂബ്രി. ധൂബ്രി. അവിടെ വെച്ച് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന ഈ നദിയിലേക്ക് സിക്കിമിൽ നിന്ന് ഒഴുകി വരുന്ന ടീസ്റ്റ എന്ന നദി ബംഗ്ലാദേശിൽ വെച്ച് കൂടിച്ചേരുന്നുണ്ട്. ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടീസ്റ്റ, അതിൻ്റെ ഈ ടീസ്റ്റ കേട്ടോ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണല്ലോ. അങ്ങനെ അവിടെ തൊട്ട് അത് ജമുനയായി മാറുന്നു. ജമുന ഇങ്ങനെ ഒഴുകി പത്മയിലേക്ക് അല്ലെങ്കിൽ ഗംഗയിലേക്ക് കൂടിച്ചേരുന്നു. പിന്നീട് അതിൻ്റെ പേര് മേഘന എന്നാണ്. പിന്നീട് അതിൻ്റെ പേരെന്താണ്? മേഘന കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നദി നിർമ്മിക്കുന്ന ഈ ഒരു ഡെൽറ്റയുടെ പേരാണ് സുന്ദർബൻസ് ഡെൽറ്റ കേട്ടോ. ലാസ്റ്റ് നദി നിർമ്മിക്കുന്ന ഈ ഡെൽറ്റയുടെ പേരാണെന്ത്? സുന്ദർബൻസ് ഡെൽറ്റ. സാങ്പോ, സിയാങ് അല്ലെങ്കിൽ ദിഹാങ്, ജമുന. ഇത്രയും പേര് ബ്രഹ്മപുത്രയ്ക്ക് പറഞ്ഞു. ഗംഗയ്ക്ക് പത്മ. ഇവർ 2 പേരോട് കൂടിച്ചേരുമ്പോൾ മേഘന. 2 പേരോട് കൂടിച്ചേരുമ്പോൾ എന്തായി മാറുന്നു? 2 പേരോട് കൂടിച്ചേരുമ്പോൾ മേഘനയായി മാറുന്നു. ലാസ്റ്റ് അവർ നിർമ്മിക്കുന്ന ഡെൽറ്റയുടെ പേരാണ് സുന്ദർബൻസ് ഡെൽറ്റ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? വ്യക്തമാണോ? വർദ്ധ, പെൻഗംഗ, വെയിൻഗംഗ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെ പോഷക നദിയാണ്? വർദ്ധ, പെൻഗംഗ, വെയിൻഗംഗ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? മൊത്തം മാപ്പ് വരയ്ക്കുന്നില്ല. നോക്കിക്കേ, ഇവിടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉത്ഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട ഉപദ്വീപ നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവ. മഹാനദി പശ്ചിമഘട്ടത്തിലല്ല എന്നറിയാമല്ലോ. മഹാനദി കുറച്ചും കൂടെ മാറി സിഹാവ എന്ന സ്ഥലത്താണ്. മൈക്കല നിരകളുടെ ഭാഗത്താണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം ഇവിടെയായിട്ട് വരും മഹാനദിയുടെ ഉത്ഭവം. തൻ്റെ ഈ ഒരു പോയിന്റിലായിട്ട് വരും സിഹാവ. അവിടുന്ന് കിഴക്കോട്ടൊഴുകി മഹാനദി എവിടെ വന്ന് പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. 857 കിലോമീറ്റർ നീളം. ഗോദാവരി നോക്കിക്കേ, നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അവിടുന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. 1465 കിലോമീറ്റർ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഗോദാവരി. അടുത്തത് കൃഷ്ണയാണ്. കൃഷ്ണ മഹാബലേശ്വർ കുന്നുകളിൽ ഉത്ഭവിക്കുന്നു പശ്ചിമഘട്ടത്തിൽ. അവിടുന്ന് കിഴക്കോട്ട് ഒഴുകി 1400 കിലോമീറ്റർ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കാവേരി പശ്ചിമഘട്ടത്തിൽ തന്നെ ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്നു കർണാടകയിൽ. അവിടുന്ന് കിഴക്കോട്ട് ഒഴുകി തമിഴ്നാട്ടിൽ വന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ക്ലിയർ അല്ലേ? 4 കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന നദികൾ ഞാൻ കൊടുത്തു. മഹാനദി, അതിനകത്ത് പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കാത്ത ആരെന്ന് ചോദിച്ചാൽ പറഞ്ഞോണം മഹാനദി. സിഹാവ മലനിരകൾ, മൈക്കല കുന്നുകൾക്കടുത്ത്. അപ്പോൾ ഏതൊക്കെയാണ് വലുത്? ഏറ്റവും വലുത് ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഉപദ്വീപ നദികളിൽ, അതായത് ഹിമാലയത്തിൽ ഉത്ഭവിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ നദി തന്നെയായ ഗോദാവരിയാണ്
ഈ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരി അല്ലേ. 1465 കിലോമീറ്ററാണ് നീളം, 1465. രണ്ടാമത്തത് കൃഷ്ണയാണ്, 1400 കിലോമീറ്റർ നീളമാണ്, 1400. ഉപദ്വീപ് നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന ആളിൽ രണ്ടാമത്തെ നീളം കൂടി നദിയാണ് കൃഷ്ണ അല്ലേ. ഇനി ഇത് ഇന്ത്യയിലെ നദികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്, രണ്ടാമത്തെ ഗോദാവരിയാണ്, മൂന്നാമത്തെ കൃഷ്ണയാണ്. ഗംഗ ഒഴിവാക്കാം നമുക്ക്. പൂർണ്ണമായും ഇന്ത്യക്കകത്ത് ഒഴുകുന്ന നദികൾ പറയുമ്പോൾ നമുക്ക് ഗംഗ മാറാം. കാരണം ഗംഗ നിന്നിപ്പോൾ കണ്ടത് ബംഗ്ലാദേശിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഗംഗ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് പൂർണ്ണമായും ഇന്ത്യക്കകത്തോട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി, രണ്ടാമത്തെ ഇത് വരും, കൃഷ്ണ വരും. ക്ലിയർ ആയില്ലേ? ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപ് നദികളുണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയത് ആരാണ്? നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയ നദിയല്ല, ഉപദ്വീപ് നദികളിൽ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയത് ആരാണ്? അത് നർമ്മദയാണ്. 1312 കിലോമീറ്റർ ഉണ്ട് നർമ്മദയുടെ നീളം, 1312 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട നദികൾ പറഞ്ഞു. ഇനി നോക്കിയേ, വർധ, പെൻഗംഗ, വെയിൻഗംഗ, ഇതൊക്കെ ഏത് നദിയുടെ പോഷക നദിയാണ്? വർധ, പെൻഗംഗ, വെയിൻഗംഗ, പ്രവര, ശബരി, പ്രാണഹിത, ഇന്ദ്രാവതി, ഇതൊക്കെ ആരുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. കൃഷ്ണയുടെ പോഷക നദികൾ അറിയാമോ? കൃഷ്ണയുടെ കൊയ്ന, മൂസി, ഭീമ, തുംഗഭദ്ര. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? കൊയ്ന, മൂസി, അതുപോലെ തന്നെ ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, ഗൗഡപ്രഭ, ഘട്ടപ്രഭ, അതൊക്കെ കൃഷ്ണയുടെ പോഷക നദികളാണ്. കാവേരിയുടെ അറിയാമല്ലോ. കാവേരിയുടെ ഏതാണ്? അർക്കാവതി, ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ, പിന്നെ കബനി, ഭവാനി, പാമ്പാർ, അതൊക്കെ കാവേരിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ ഇബ്, ടെല്ല്, പിന്നെ ഷിയോനാഥ്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റൈസ്ഡ് റിവർ ഷിയോനാഥ്, ഇബ്, ടെല്ല്, ഷിയോനാഥ് ഒക്കെ മഹാനദിയുടെ പോഷക നദികളാണ്. ക്ലിയർ? ഇനി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല, റഷ്യയുടെ സഹായത്തോടെ 2 വന്നിട്ടുണ്ട് അല്ലേ. 59 ഭിലായും 64 ബൊക്കാറോയും. ഇതിനകത്ത് ഏതാണ്? നോക്കി, ഈ ഭിലായി, ബൊക്കാറോ ഇതിനകത്ത് ഏതാ തന്നേക്കുന്നത്? ഭിലായി മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. വർഷം ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്തോണം. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭിലായി. 64 അഥവാ ഇവർ ചോദിക്കുന്നതെങ്കിൽ 1964 റഷ്യയുടെ സഹായത്തോടെ വന്നത് ചോദിക്കുവാണെങ്കിൽ ഏത് എഴുതിക്കോണം? ബൊക്കാറോ എഴുതിക്കോണം കേട്ടോ, തിരിഞ്ഞു പോകരുത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് റൂർക്കല 59 ഒഡീഷയിലാണ് റൂർക്കല ഉള്ളത്, ജർമ്മനിയുടെ സഹായത്തോടെ വന്ന ആളാണ് റൂർക്കല. ഭിലായ് നോക്കി കൊടുത്തിട്ടുണ്ട് 59 ഛത്തീസ്ഗഡിലാണ് ഭിലായ്, റഷ്യയുടെ സഹായത്തോടെ. ഇനി ദുർഗാപൂർ 1962 പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ, ബ്രിട്ടന്റെ സഹായത്തോടെ വന്നു ഇന്ത്യയിൽ. ബൊക്കാറോ 64 ഞാൻ പറഞ്ഞു കേട്ടോ. വർഷം ചോദിക്കുവാണെങ്കിൽ തിരിയരുത്. റഷ്യയുടെ സഹായത്തോടെ 59 64 വന്നത് എന്ന് തരംതിരിച്ച് ചോദിച്ചാൽ 64 വന്നത് റഷ്യയുടെ സഹായത്തോടെ വന്നത് ബൊക്കാറോയാണ്, ജാർഖണ്ഡിലാണ് ബൊക്കാറോ. ഇനി ഇസ്കോ 1918 പശ്ചിമ ബംഗാളിലാണ്, ആരുടെയും സഹായമില്ല. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്ന് PS ചോദിച്ചിട്ടുണ്ട് നിരവധി തവണ, അത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. പിന്നെ ടിസ്കോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനി 1907 ജാർഖണ്ഡിൽ ടാറ്റയുടെ സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ, ടിസ്കോ. മുംബൈ ഹൈയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം പ്രകൃതിവാതക ഖനി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. മുംബൈ ഹൈയിൽ നിന്ന് ആദ്യമായി പ്രകൃതിവാതകം ഖനനം ചെയ്യാൻ ഉപയോഗിച്ച കപ്പലാണ് സാഗർ സാമ്രാട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? തെറ്റായ പ്രസ്താവന. മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക പാടമാണ് അല്ലേ, ഒന്നാമത്തെ. അപ്പം ശരിയാണ്. 2 അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. അറബിക്കടലിൽ ഗൾഫ് ഓഫ് ഖമ്പത്ത് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു, മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. മുംബൈ ഹൈയിൽ നിന്ന് ആദ്യമായിട്ട് പ്രകൃതിവാതകം ഖനനം ചെയ്തത് സാഗർ സാമ്രാട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എന്നുള്ളത് തെറ്റാണ്, എണ്ണ ഖനന മേഖലയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗറാണ്. ഏതാണ്? ജാംനഗറാണ്. സോ മുംബൈ ഹൈയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എന്നുള്ളതാണ്. നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH1 44 66 47. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH1, NH44, NH66, NH47. ഏതാണ് ആൻസർ? നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കിട്ടിയില്ലേ? യെസ്, NH44 നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് ചോദിച്ചാൽ ഏതാണ്? NH44. നോക്കിക്കേ, NH44 ബന്ധിപ്പിക്കുന്നത് കന്യാകുമാരിയെ ശ്രീനഗറിലേക്കാണ്. ശ്രീനഗറിലേക്കാണ് NH44 ബന്ധിപ്പിക്കുന്നത്. നിലവിൽ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ദേശീയ പാതയാണ് NH44. ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല. നോക്കിക്കേ, അത് തമിഴ്നാട്ടിലൂടെ പോകുന്നത്. മധുര, സേലം,
കൃഷ്ണഗിരി, പിന്നെ ബംഗളൂരു, കുർണൂൽ, ഹൈദരാബാദ്, ആദിലാബാദ്, നാഗ്പൂർ, പിന്നെ സാഗർ, ഝാൻസി, ഗ്വാളിയർ, ആഗ്ര, ഫരീദാബാദ്, ഡൽഹി, ജലന്ധർ, പത്താൻകോട്ട്, ജമ്മു, ശ്രീനഗർ. അതാണ് അതിൻ്റെ റൂട്ട് കേട്ടോ. കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ചോദിച്ചാൽ NH 66 കേട്ടോ. NH 66 അത് കന്യാകുമാരിയിൽ നിന്ന് ഇത് കേരളത്തിലൂടെ കേട്ടോ. കേരളത്തിൽ തിരുവനന്തപുരം, കാസർഗോഡ് ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലൂടെ പോയിട്ട് മഹാരാഷ്ട്രയിലെ പനവേൽ വരെ പോകുന്നതാണ് ഈ കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ വെച്ച് ഏറ്റവും നീളമുള്ള ദേശീയപാത കേട്ടോ. അത് NH 66. NH 44 ഇന്ത്യയിലെ ഏറ്റവും വലുതാണെങ്കിലും കേരളത്തിലൂടെ ഇത് കടന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ 66 സെപ്പറേറ്റ് ആയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ദേശീയ ജലപാത 3 ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ജലപാത 3 ഏത്? അലഹബാദ് ഹാൽഡിയ, സാദിയ ധൂബ്രി, കൊല്ലം കോഴിക്കോട്, കാക്കിനഡ പുതുച്ചേരി. കൊല്ലം കോട്ടപ്പുറം ഞാൻ കൊടുക്കാൻ കാരണം നേരത്തെ ഇത് കൊല്ലം കോട്ടപ്പുറം വരെ അത് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. ദേശീയപാത 3 ഏത്? അലഹബാദ് ഹാൽഡിയ അറിയാം, ദേശീയപാത 1 അലഹബാദ് ഹാൽഡിയ ദേശീയപാത 1 ഗംഗാ നദിയിലാണ്. 1986 അത് നിലവിൽ വരുന്നു. സാദിയ ധൂബ്രി ദേശീയപാത ഏതാണ്? 2 ബ്രഹ്മപുത്ര നദിയിലാണ്. 88 അത് നിലവിൽ വരുന്നു. കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് അല്ലേ, കൊല്ലം കോഴിക്കോട് 1993 വന്നതാണ്. 93 അത് ദേശീയപാത 3 കേരളത്തിലെ കായലുകളും കനാലുകളും. കൊച്ചിയിൽ ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഉത്തരമായി ദേശീയപാത 3 എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലേ. ഇത് 4 കാക്കിനഡ പുതുച്ചേരി ദേശീയപാത 4 കൃഷ്ണ ഗോദാവരി നദികളിലും അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലുകളിലുമായിട്ടാണ് ഈ ദേശീയ ജലപാത 4 വരുന്നത് കേട്ടോ. ഇനി ദേശീയ ജലപാത 5 ഉണ്ട്, മഹാനദി ബ്രാഹ്മണി നദികളിലാണ്. അത് ദേശീയപാത 5 ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ. ദേശീയപാത 5 നമ്മുടെ മഹാനദി ബ്രാഹ്മണി നദികൾ ഒഡീഷയുടെ ഭാഗത്തായിട്ട് വരുന്നു കേട്ടോ. ദേശീയപാത 5 താൽച്ചർ ധാമറയാണ് ബന്ധിപ്പിക്കുന്നത് അല്ലേ. താൽച്ചർ ധാമറയാണ് അത് ബന്ധിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയാണ്. അപ്പോൾ റെയിൽവേ പാതയെ കൊണ്ടൊന്ന് പെട്ടെന്ന് ഞാൻ പറയുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെ 1853 ഏപ്രിൽ 16 34 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ കേട്ടോ. ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 മാർച്ച് 12 30.5 കിലോമീറ്റർ. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ചോദിച്ചാൽ 1856 ജൂലൈ 1 വന്നത് കേട്ടോ. 1856 ജൂലൈ 1 തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. വ്യാസാർപടി മുതൽ വലാജ റോഡ് വരെ മദ്രാസിൽ 101.3 കിലോമീറ്ററാണ് വരുന്നത്. റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1951. ആസ്ഥാനം ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ ബറോഡ ഹൗസ്. അതെവിടെയാണ്? ബറോഡ ഹൗസ് ന്യൂഡൽഹിയാണ്. ബറോഡ ഹൗസ് ന്യൂഡൽഹിയാണ്. തൽക്കാലം നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഭൂപ്രകൃതി, നദികൾ, ഗതാഗതമൊക്കെയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചെറിയ റിവിഷൻ ക്ലാസ് നടത്തിയതാണ്. അപ്പം ഭൂപ്രകൃതി വിഭാഗങ്ങളൊക്കെ ഞാൻ വരച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നദികളൊക്കെ ഒന്നുകൂടെ നിങ്ങൾ ഓർത്തെടുക്കുക. നമ്മുടെ ഉപദ്വീപ നദികളും ഹിമാലയ നദികളും ഒക്കെ ഒന്നുകൂടെ ഞാൻ പഠിപ്പിച്ച വെച്ച് നിങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വേൾഡ് ജോഗ്രഫിയുമായി ലോക ഭൂമിശാസ്ത്രം പൊതുഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിവിഷൻ ക്ലാസ്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ തന്നെയാണ്, ഒന്നും പുതുതായിട്ട് പഠിപ്പിക്കുന്നതല്ല. അപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്യാനുള്ള ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എക്സാമിനെ സമീപിക്കുക. നമ്മളുടെ വർക്കിനുള്ള അധ്വാനത്തിലുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. മറ്റൊന്നിലേക്കും നമ്മുടെ മനസ്സ് കൊണ്ടുപോകേണ്ട. നമ്മളുടെ വർക്കിനുള്ള അധ്വാനത്തിനുള്ള കഠിനാധ്വാനത്തിലുള്ള പ്രതിഫലം നമുക്ക് കിട്ടും എന്ന ഉറച്ച ബോധ്യത്തോടെ മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം നേടാനായിട്ട് സാധിക്കും. നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കും. നല്ല ജോലി മേടിച്ച് നല്ല ജീവിതം നയിക്കാൻ സാധിക്കട്ടെ. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.